മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ പുനരധിവാസത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ അക്കൗണ്ട്സ് ഓഫീസർ ഇന്ന് ഹൈക്കോടതിയിൽ ഹാജരാകും. ദുരന്തമുണ്ടായ സമയത്ത് SDRFന്റെ അക്കൗണ്ടിൽ എത്ര രൂപയുണ്ടായിരുന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയിക്കണമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇന്നലെ നിർദ്ദേശം നൽകിയിരുന്നു. തനേഷ് തമ്പി കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. തനേഷ്, ഗുഡ് മോർണിംഗ്. വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് SKN. മുണ്ടക്കൈ ചൂരൽമല ദുരന്തം നടന്ന് മാസങ്ങൾ പിന്നിട്ടിട്ടും പുനരധിവാസം എങ്ങും എത്തിയിട്ടില്ല. ഈ ദുരന്തത്തിന് ഇരയായവരിൽ നിന്ന് തന്നെ ഇതിൽ നിന്ന് പ്രതിഷേധം ഉയർന്ന ഒരു സാഹചര്യം, വിമർശനം ഉയർന്ന ഒരു സാഹചര്യമുണ്ട്. കേന്ദ്ര ഫണ്ട് ലഭ്യമാകുന്നില്ല, സംസ്ഥാന സർക്കാരും കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നില്ല എന്ന വിമർശനം പ്രതിപക്ഷമടക്കം മുന്നോട്ട് വയ്ക്കുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് ഹൈക്കോടതി ഈ കേസ് പരിഗണിക്കുന്നത്. കണക്കുകൾ കൊണ്ട് ആശയക്കുഴപ്പം സൃഷ്ടിക്കുകയാണ് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും എന്നാണ് ഹൈക്കോടതി നിരീക്ഷിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തണം. എന്താണ് സംഭവിക്കുന്നത് എന്നത് സംബന്ധിച്ച് ഇന്ന് നേരിട്ട് ഹാജരായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഫിനാൻസ് ഓഫീസറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ നേരിട്ട് ഹാജരായി ഈ കണക്കുകളിലൊക്കെ വ്യക്തത വരുത്തണം. സംസ്ഥാന സർക്കാർ പ്രതീക്ഷിക്കുന്നത് എന്താണ്, കേന്ദ്ര സർക്കാർ വകയിരുത്തിയ തുക എത്രയാണ്, ഇത് തമ്മിലുള്ള വ്യത്യാസം കണ്ടെത്തി അത് എങ്ങനെയാണ് പരിഹരിക്കാൻ ഉദ്ദേശിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദീകരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ നടപടിക്രമങ്ങളൊന്നും സഹായത്തെ ബാധിക്കരുത്, ദുരന്ത ബാധിതർക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകരുത് എന്ന് കർശനമായി തന്നെ ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഈ ദുരന്ത സമയത്ത് സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ എത്ര രൂപയുണ്ടായിരുന്നു, അതിൽ എത്ര രൂപ വിനിയോഗിച്ചു, ഇനി എത്ര രൂപ ബാക്കിയുണ്ട്, ആ പണം എങ്ങനെയാണ് വിനിയോഗിക്കാൻ പോകുന്നത് എന്നതടക്കമുള്ള വിശദമായ പ്ലാൻ നൽകണം എന്നുള്ളതാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിനാണ് ഓഫീസർ ഇന്ന് ഹൈക്കോടതിയിലേക്ക് എത്തുന്നത്. അതേസമയത്ത് കേന്ദ്ര സർക്കാരും തുക അനുവദിക്കുന്നതിൽ വിമുഖത കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതുവരെ 153.46 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. പക്ഷേ ഇത് വിനിയോഗിക്കുന്നതിൽ മാനദണ്ഡങ്ങൾ തടസ്സമാണെന്ന് പരാതി സംസ്ഥാന സർക്കാർ ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളിൽ വ്യക്തത വരുത്തണമെന്ന ആവശ്യം കേന്ദ്രത്തോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയാം, തമിഴ്നാട്ടിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ പ്രകൃതിക്ഷോഭത്തിൽ അതിൻ്റെ ദുരിതാശ്വാസ നിധി പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഏതാണ്ട് 1000 കോടിയോളം രൂപ നൽകിയിരുന്നു. കേരളത്തിന് പക്ഷേ ആ നിലയിലുള്ള ഒരു സഹായം ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിന് എങ്ങനെയാണ് സഹായിക്കാൻ പോകുന്നതെന്ന് സംബന്ധിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ കോടതിയെ അറിയിക്കണമെന്നുള്ള കാര്യം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് കേന്ദ്ര സർക്കാരിനോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇക്കാര്യത്തിലും ഇന്ന് വ്യക്തതയുണ്ടാകും. എന്തായാലും മുണ്ടക്കൈ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പുനരധിവാസവുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും നിർണായകമായ തീരുമാനങ്ങൾ ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, താങ്ക് യു തനേഷ് തമ്പി.